എന്താണ് ഈ ബ്ലാക്ക് സോളുകൾ എന്ന് പറഞ്ഞാൽ? അതെങ്ങനെയാണ് സ്പിരിച്വാലിറ്റീനെ ബാധിക്കുന്നത്? അതായത് ഈ ബ്ലാക്ക് സോൾ എന്ന് പറയുന്നത് ആക്ച്വലി ഈ കറുത്ത മാലാക എന്ന് വിളിക്കുന്ന ഗണത്തിൽപ്പെടുന്ന ഇതാണ്. കറുത്ത മാലാക പലപ്പോഴും നമ്മൾ ഈ ഏഞ്ചൽസിൻ്റെ രൂപം എന്താ, ഒരു വൈറ്റ് എന്ന് പറയുന്ന സമാധാനം, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ബ്ലാക്ക് സോളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറുത്ത മാലാക ഗണത്തിൽപ്പെടുന്ന എന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇപ്പോൾ ഒരു വ്യക്തിയെ എടുക്കുക. ആ വ്യക്തി എല്ലാ ദിവസവും അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ച് ഭയങ്കര ഭക്തിയായിട്ട് വീട്ടിലെ ദിവസവും പൂജയും ജപങ്ങളും എല്ലാം ഉള്ളതാണ്. പക്ഷെ പുള്ളി ചെയ്യുന്നത് മുഴുവൻ നെഗറ്റീവാണ്. അല്ലെങ്കിൽ ആ സ്ത്രീ, അവിടെ ആ സ്ത്രീയാണ്, പകരത്തിന് സ്ത്രീ ആണെങ്കിൽ ആ സ്ത്രീ ചെയ്യുന്നത് മുഴുവൻ നെഗറ്റീവാണ്. നമുക്ക് തന്നെ ഒരു കൺഫ്യൂഷൻ തോന്നും, ഇതെന്താണ് ഇങ്ങനെ? കാരണം ഇവർ പറയുന്നതും പ്രവർത്തിക്കുന്നതും രണ്ടായിരിക്കും. അതായത് ഭയങ്കര ഭക്തികൾ. ഇപ്പം ഇത് പലപ്പോഴും പോയി കുഴി ചാടുന്ന ഒരുപാട് ഈ സ്പിരിച്വൽ മേഖലയിൽ ഉയർന്നു നിൽക്കുന്ന ആൾക്കാർക്ക് പറ്റുക എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ സ്പിരിച്വൽ മേഖലയിൽ ഒരു ഘട്ടം കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും നമുക്ക് ചില രൂപങ്ങൾ കാണാൻ നമ്മൾ തുടങ്ങും. അത് ഈശ്വരൻ്റെ രൂപമാകാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഉപാസന മൂർത്തികളുടെ രൂപമാവാം, ഏഞ്ചൽസിൻ്റെ രൂപമാവാം, അല്ലെങ്കിൽ നമ്മുടെ ഗുരുക്കന്മാരുടെ രൂപമാവാം. ഈ രൂപങ്ങൾ കണ്ടു കഴിയുമ്പോൾ നമ്മുടെ വിചാരം നമ്മൾ പ്രാർത്ഥിക്കുന്ന നമ്മുടെ ഈശ്വരനാണ് വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഗുരുവാണ് വന്നിരിക്കുന്നത്. പക്ഷെ അത് തന്നെയാണെന്ന് നമ്മളിങ്ങനെ കൺഫേം ചെയ്യുന്നത്. അവിടെയാണ് അതിൻ്റെ പ്രശ്നം. ഇതെങ്ങനെയാണ് കൺഫേം ചെയ്യണമെന്ന് പറഞ്ഞാൽ, ഇത് നമ്മുടെ പാത്ത്, നമ്മുടെ വഴി കറക്റ്റായിരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഏഞ്ചലിനെ പോലെയുള്ള ഒരു രൂപത്തിലുള്ള ഒരു ഏഞ്ചൽ ഒന്ന് പ്രത്യക്ഷപ്പെട്ടിട്ട് നമുക്ക് നിർദ്ദേശങ്ങൾ തന്നുകൊണ്ടിരിക്കാം. ഓക്കെ, നീ അങ്ങനെ ചെയ്തോളൂ, നീ ഇങ്ങനെ ചെയ്തോളൂ, നീ അത് ചെയ്യും, ഇത് ചെയ്യും, നമുക്കിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കാം. പറഞ്ഞു കഴിയുമ്പോൾ അവസാനം നമുക്ക് സംഭവിക്കുന്നത് മുഴുവൻ നെഗറ്റീവായ കാര്യങ്ങളും. നമ്മുടെ മൈൻഡിൽ എന്താ, മാലാക വന്ന് പറഞ്ഞാണ്, അല്ലെങ്കിൽ നമുക്ക് ജീസസ് ക്രൈസ്റ്റ് വന്ന് പറഞ്ഞാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പോസിറ്റീവായിട്ടുള്ള രൂപങ്ങളെ പോലെ തന്നെ അതേ ഭാവത്തിലും അതേ രൂപത്തിലും അതേ എനർജിയിലും നെഗറ്റീവായ രൂപങ്ങളും നമുക്ക് പ്രത്യക്ഷപ്പെടാനും നമുക്ക് നിർദ്ദേശങ്ങളും തരാൻ തുടങ്ങും. ഇതിനെ നമ്മൾ കൃത്യമായി കണ്ടെത്തി എന്ത് പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഭയങ്കരമായിട്ട് നമ്മുടെ സ്പിരിച്വൽ ലൈഫിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് വരാൻ തുടങ്ങും ഈ സാധനം. ഇതിനെ പലപ്പോഴും പല ആളുകളും ഈ ദൈവം പ്രത്യക്ഷപ്പെട്ടു അല്ലെങ്കിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ടു എന്നൊക്കെ പറയുമ്പോഴും ഓക്കെ, പ്രത്യക്ഷപ്പെട്ടതിന് ശേഷം അവരുടെ ലൈഫിൽ എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് നോക്കേണ്ടത്. വളരെ സിമ്പിളാണിത് മനസ്സിലാക്കാൻ. നിങ്ങൾക്ക് ഇങ്ങനൊരു അനുഭവം വന്നിട്ടുണ്ടെങ്കിൽ അനുഭവത്തിന് ശേഷം നിങ്ങളുടെ ലൈഫിൽ എന്ത് മാറ്റങ്ങൾ വന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. എന്ത് മാറ്റങ്ങൾ സംഭവിച്ചു, നിങ്ങൾ എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, നിങ്ങൾക്ക് എന്താണ് സംഭവിക്കുന്നത്, ചുറ്റുമുള്ള കാര്യങ്ങൾ എന്താണ്, നിങ്ങളുടെ ബോധം എങ്ങോട്ടാണ് പോകുന്നത്. അതായത് ബോധം ബ്രെയിൻ എക്സ്പാൻഷൻ സംഭവിക്കാമെന്ന് പറഞ്ഞൊരു അവസ്ഥയുണ്ട്. അതായത് ഓരോ വിഷയങ്ങളെ പറ്റിയിട്ട് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക. പ്രശ്നങ്ങൾ മാറുമെന്നല്ല ഞാൻ പറയുന്നത്, ആ വരുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക. ഓക്കെ, ഇതിങ്ങനെയാണെന്ന് ഞാൻ ഒരു ചെറിയ പ്രശ്നം വലിയൊരു പ്രശ്നമായിട്ട് മാറാതെ ആ ചെറിയ പ്രശ്നം വലിയൊരു പ്രശ്നമായിരിക്കും നമുക്ക്. അതിനെ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കി അതിനെ നമ്മുടെ ലൈഫിലോട്ട് ബാധിക്കാത്ത ലെവലിൽ നമ്മൾ അത് ആക്കിയെടുക്കും. ഇതാണ് നമുക്ക് സ്പിരിച്വൽ എനർജി കൊണ്ട് സംഭവിക്കുന്നത്. മറ്റേത് അങ്ങനെയായിരിക്കില്ല. മറ്റേത് ചെറിയ പ്രശ്നങ്ങളിൽ നിന്നും ഇപ്പം ഈ ബ്ലാക്ക് സോളുകൾ, ഈ പറയുന്ന കറുത്ത മാലാകന്മാരുടെ സാന്നിധ്യമാണ് വരുന്നുണ്ടെങ്കിൽ ചെറിയ പ്രശ്നങ്ങൾ, കുഞ്ഞു പ്രശ്നമായിരിക്കും. ഇപ്പം എന്തെങ്കിലും നമ്മുടെ വീടിൻ്റെ അകത്തോ പുറത്തെവിടെയെങ്കിലും ചെറിയ പ്രശ്നങ്ങളെ വലിയ വിഷയമാക്കി മാറ്റി അതിൽ ഡിപ്രസ് സ്റ്റേജിലോട്ട് കൊണ്ടുപോയി അത് ആത്മഹത്യയിലോട്ടോ കൊലപാതകത്തിലോട്ടോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഉപദ്രവത്തിലോട്ടോ മാറ്റിക്കളയും. നമ്മൾ പല വീടുകളിലും ഈ സാന്നിധ്യം നിലവിലുണ്ട്. അതായത് അവർക്ക് മനസ്സിലാവുന്നില്ല. മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഒരു ദൈവത്തിൻ്റെ മാതാവിൻ്റെയോ അല്ലെങ്കിൽ ശിവൻ്റെയോ ഗണപതിയുടെ ഫോട്ടോ വെച്ചു എന്ന് കരുതി സ്പിരിച്വൽ ആവണമെന്ന് ഒരു നിർബന്ധമില്ല. ഇത് നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചേക്കണം, നമ്മളെ പറ്റിച്ചു. ഫോട്ടോ വെക്കുന്നതിനേക്കാളും വലിയൊരു കാര്യമാണ് നമ്മുടെ മനസ്സെന്ന് പറയുന്നത്. കാരണം നമ്മൾ ഒരുപാട് തെറ്റുകളും ഒരുപാട് മിസ്റ്റേക്കുകളും ഒരുപാട് നന്മകളും എല്ലാം കൂടിക്കലർന്ന് ജീവിച്ച് മരിച്ചു പോകുന്ന മനുഷ്യരാണ്. ഇതിനിടയിൽ നമ്മുടെ മനോഭാവം എന്ന് പറയുന്ന സാധനമുണ്ട്. നമ്മുടെ ഈശ്വരനോട് നമ്മൾ കാണിക്കുന്ന മനോഭാവം, ആ മനോഭാവമാണ് അൾട്ടിമേറ്റ്. നമ്മുടെ ഇവിടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ, ഒരു ശിവലിംഗം വെച്ചു, അല്ലെങ്കിൽ ഒരു ഗണപതിയുടെ ഫോട്ടോ വെച്ചു, ഏതെങ്കിലും ദൈവങ്ങളുടെ ഫോട്ടോ വെച്ചു, ഞാൻ സ്പിരിച്വലായി, ഞാൻ വിളക്കെത്തിച്ചു, ഞാൻ സ്പിരിച്വലായി. ഒരിക്കലും ആവില്ല. അതിൽ നിന്ന് വേണമെങ്കിലും നമുക്ക് നെഗറ്റീവായ ഊർജ്ജങ്ങൾ, നെഗറ്റീവായ എനർജികൾ ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എല്ലാ ദിവസവും പള്ളിയിലും പോയി, എല്ലാ ദിവസവും അമ്പലത്തിലും പോയി ദൈവമായിട്ട് ഏറ്റവും കൂടെ നിൽക്കുന്ന മനുഷ്യർ തെറ്റുകൾ ചെയ്യുന്നു. പള്ളിയിൽ അച്ഛന്മാരുണ്ട്, എല്ലാ മതങ്ങളിൽപ്പെട്ട ആളുകളും ഇതേ പ്രശ്നങ്ങൾ പോയി ചാടുന്നുണ്ട്. ആൾക്കാർക്ക് സാമ്പത്തികമായി തട്ടിപ്പ് നടത്തുന്നു, എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നതെല്ലാം ഇവർ ചെയ്യുന്നു. എന്നാൽ അവർ സ്പിരിച്വലായിട്ട് നിൽക്കുന്നുണ്ട് താനും. ഈ കൺഫ്യൂഷൻ നമുക്ക് വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്പിരിച്വൽ മേഖല പലപ്പോഴും വളരെ നെഗറ്റീവ് മേഖലകളിൽ ഒന്നാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വ്യക്തിയെ സ്പിരിച്വൽ ആണെന്ന് കാണിപ്പിച്ച് കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ പുറകിൽ നിൽക്കുന്ന ഊർജ്ജം സ്പിരിച്വൽ ആണെന്ന് ഒരു നിർബന്ധമില്ല. അതൊരു നെഗറ്റീവ് ഊർജ്ജമാവാം. അതായത് മനസ്സിലാക്കും, നമ്മളിപ്പോൾ ഈ അധർമ്മമായിട്ടുള്ള കർമ്മങ്ങളുണ്ടല്ലോ, ബ്ലാക്ക് മാജിക് അല്ലെങ്കിൽ കൂടോത്രം, മന്ത്രവാദമൊക്കെ. എന്തുകൊണ്ടാണ് അവരുടെ അടുത്തോട്ട് ആളുകൾ കൂടുതൽ പോകുന്നതും അത്തരം മേഖലകളിലോട്ട് കൂടുതൽ ഈ ആളുകൾ എത്തിപ്പെടുന്നത്? എന്തുകൊണ്ടാണ്? ആ എനർജി ഇഷ്ടപ്പെടുന്നു.
അതായത് അവിടെ നിന്ന് ലഭിക്കുന്ന എനർജി എൻ്റെ ഡിഫറെൻറ്റ് എനർജിയാണ്. അതായത് നമുക്കൊരു പീസ്ഫുൾ മൈൻഡിലോട്ട് പോകാൻ, അല്ലെങ്കിൽ നമുക്ക് അടുത്ത ഗ്രേഡിലോട്ട് പോകാനോ ഒന്നുമല്ല ആ എനർജി നമുക്ക് ലഭിക്കുന്നത്. നമുക്ക് മറ്റ് പല കാര്യങ്ങളും ലഭിക്കാൻ കിട്ടുന്ന എനർജിയാണ്. ഇത് നമുക്ക് ഒരുപാട് ഇഷ്യൂസ് സംഭവിക്കാൻ തുടങ്ങും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കൂടെയുള്ള സാന്നിധ്യം, നിങ്ങളുടെ കൂടെയുള്ള എനർജി, നിങ്ങളുടെ കൂടെയുള്ള രൂപം, നിങ്ങളുടെ കൂടെയുള്ള സാന്നിധ്യം എന്താണെന്ന് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. അതെങ്ങനെയാണ് മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുഭവത്തിലൂടെയാണ് മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ ഓരോ ദിവസവും എന്തിലൂടെയാണ് കടന്നു പോകുന്നത്. അൾട്ടിമേറ്റ് നമുക്കൊരു പ്രശ്നം വരും നമ്മൾ വിചാരിക്കും, പക്ഷേ പ്രശ്നം അവിടെ സംഭവിക്കില്ല. അതായത് പ്രോബ്ലം ഇല്ലാത്ത മനുഷ്യരില്ല. ചില മനുഷ്യർക്ക് എന്ത് സംഭവിക്കും, അവർ അൾട്ടിമേറ്റ് പ്രോബ്ലത്തിലോട്ട് പോകും, ആ പ്രശ്നം സംഭവിക്കും, അതിന് ആഫ്റ്ററായിട്ട് ഒരുപാട് വിഷയങ്ങൾ പിന്നെ അനുഭവിക്കേണ്ടി വരും. മറ്റേത് അങ്ങനെയല്ല. സ്പിരിച്വലായിട്ട് നിൽക്കുന്ന മനുഷ്യരല്ല, അവർ ചെല്ലുന്നു, ഒരു പ്രശ്നത്തിൻ്റെ തുമ്പത്ത് വന്ന് നിൽക്കുന്നു, ആ പ്രശ്നമോട് സംഭവിക്കാതെ എസ്കേപ്പ് ചെയ്ത് തിരിച്ചുകൊണ്ടുവരും. മറ്റേത് അങ്ങനെയല്ല. മറ്റേത് ഡെഡാണ്. അതായത് പ്രശ്നം സംഭവിക്കും, അവർ വിചാരിക്കുന്ന വിഷയങ്ങൾ സംഭവിക്കും, സംഭവിച്ചതിന് ശേഷം അവർക്ക് ആഫ്റ്ററായിട്ട് ഉണ്ടാകുന്ന ഇഷ്യൂസ് അവർ അനുഭവിക്കേണ്ടി വരും. അത് ജീവിതകാലം മുഴുവൻ അവർ അനുഭവിക്കേണ്ടി വരും. ഇതാണ് മറ്റ് രണ്ട് കാറ്റഗറിയുടെ പ്രത്യേകത. ഒന്നുമില്ല, നമ്മുടെ സ്പിരിച്വാലിറ്റി വളരെ ജെന്യുവൻ ആണെന്നും നമ്മുടെ സ്പിരിച്വാലിറ്റി വളരെ പ്യുവർ ആണെന്നും നമ്മൾ കൺഫേം ചെയ്യണം. കൺഫേം ചെയ്തില്ലെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ട് വരും. അതിൻ്റെ ഒപ്പം തന്നെ മറ്റുള്ള മന്ത്രങ്ങളോ മറ്റുള്ള ഉപാസനകളോ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ എടുക്കുന്നതിന് മുമ്പ് നമ്മൾ നന്നായി ആലോചിക്കണം. കാരണം നമ്മുടെ ഭഗവാൻ, നമ്മുടെ ഭഗവതി, നമ്മുടെ ഈശ്വരൻ, നമ്മളിതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളത് നമുക്ക് കണക്ട് ചെയ്യാൻ. ഒരു മെഡിറ്റേഷനോ ഒരു ജപങ്ങളോ ഒന്നും ചെയ്യേണ്ട. കണ്ണുകളടച്ച് നിങ്ങളുടെ ഭഗവാനെ നിങ്ങൾ എത്രത്തോളം ആത്മാർത്ഥമായാണോ വിളിക്കുന്നത്, ആ ഒറ്റ വിളിയിലാണ് ഇതെല്ലാം കണക്ട് ചെയ്ത് നിൽക്കുന്നത്. അതല്ലാതെ നമ്മൾ അത് ചെയ്തു ഇത് ചെയ്തു, നമ്മൾ എന്തു കാര്യം ചെയ്യുന്നതും മാനസികമായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുന്നത് എന്തിനാണ്? മാനസികമായ മാറ്റത്തിന് വേണ്ടിയിട്ടാണ്. മാനസികമായി മാറുന്നത് എന്തിനാണ്? ഈ ഒരു സാധനം നമുക്ക് അറ്റൻഡ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ആ ഒരു എനർജി അറ്റൻഡ് ചെയ്യണം, ആ ഒരു സാന്നിധ്യം അറ്റൻഡ് ചെയ്യണം. ആ സാന്നിധ്യവുമായ എനർജിയും അറ്റൻഡ് ചെയ്യുന്നത് ഒറ്റപ്പെടുന്ന അവസ്ഥയിലാണ്. അതായത് തനിച്ചായി പോകുന്ന, ഒറ്റയ്ക്കാവുന്ന, ആരുമില്ലാത്ത ഏറ്റവും സങ്കടമായ ഒരു അവസ്ഥയിലാണ് നമ്മളിത് അനുഭവിക്കുന്നത്. ആ സങ്കടപ്പെടുന്ന അവസ്ഥയിൽ നമ്മളിത് അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ അതിന് മുമ്പ് നമുക്ക് കുറച്ച് ട്രെയിനിങ്ങിൻ്റെ ആവശ്യമുണ്ട്. അതായത് ഒരു വ്യക്തി പട്ടാളത്തിൽ ജോയിൻ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? പൂർണ്ണമായി ഒറ്റപ്പെടില്ല. ഒരു ആർമി ലൈഫ് എന്ന് പറയുന്നത് പല ബോർഡറുകളിലും പല സ്ഥലങ്ങളിലും ഒറ്റയ്ക്ക് രാത്രി പകലൊക്കെ നിന്നിട്ടുള്ള ലൈഫാണ്. അതിന് മുമ്പ് അവർക്കൊരു ട്രെയിനിങ് ഉണ്ട്. അതായത് ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത്. ഒരു രാത്രിയും പകലും ഏതെങ്കിലും ഒരു പാകിസ്ഥാൻ ബോർഡറിലോ ഏതെങ്കിലും ബോർഡറിൽ പോയിട്ട് ഒരു ജവാൻ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന മാനസികാവസ്ഥ എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരുപാട് ഇഷ്യൂസ് സംഭവിക്കാം. ഒരുപാട് പേടി, ഭയം. ഓരോ മനുഷ്യരല്ലേ. ഇതുപോലെ തന്നെയാണ് സ്പിരിച്വൽ ലൈഫിലോട്ട് നമ്മൾ കടക്കുന്നതിന് മുമ്പ് കുറേ നാൾ, അതായത് ഒരു 2 വർഷം മിനിമം എടുക്കും നമുക്ക് ആ ഒരു പ്രോസസ്സ് നമ്മുടെ ഉള്ളിൽ സംഭവിക്കാൻ. ഇത് സംഭവിച്ച് ആ ഒറ്റപ്പെടലിനെ മനസ്സിലാക്കാനും വരുന്ന പ്രോബ്ലംസിനെ മനസ്സിലാക്കാനും എന്താണ് നമ്മളെന്ന് മനസ്സിലാക്കാനും എന്താണ് നമ്മുടെ ശരീരം എന്ന് മനസ്സിലാക്കാനും എന്താണ് നമ്മുടെ എനർജി എന്ന് മനസ്സിലാക്കാനും മനസ്സിലാക്കുക എന്ന് പറയുന്നൊരു പ്രോസസ്സ് നമ്മൾ ആദ്യം കംപ്ലീറ്റ് ചെയ്യണം. അതിനുശേഷമാണ് നമ്മളിത് അനുഭവിക്കേണ്ടത്. വൺ ടൈം നമ്മൾ അനുഭവിച്ചു തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നമ്മളിപ്പോൾ കാണുന്ന തരത്തിലുള്ള മെഡിറ്റേഷൻ പ്രോസസ്സുകളും മന്ത്രങ്ങളും ജപങ്ങളും ഒന്നും എടുക്കണ്ട. നിങ്ങൾ വെറുതെ ഇരിക്കുന്നതേ സ്പിരിച്വലാവും, നിങ്ങൾ ഉറങ്ങുന്നതേ സ്പിരിച്വലാവും, നടക്കുന്നതേ സ്പിരിച്വലാവും. സ്പിരിച്വൽ ആവാൻ വേണ്ടിയിട്ട് നമ്മളെടുക്കുന്ന ട്രെയിനിങ് ആണ് മെഡിറ്റേഷൻ, നമ്മളെടുക്കുന്ന ട്രെയിനിങ് ആണ് പ്രാർത്ഥന, നമ്മളെടുക്കുന്ന എഫേർട്ടാണ്. ഇതിനു വേണ്ടി നമ്മൾ എടുക്കുന്ന എഫേർട്ടുകൾ മാത്രമാണ്. സ്പിരിച്വൽ ആവാൻ വേണ്ടി നമ്മളെ തടയുന്നത് നമ്മുടെ കഴിഞ്ഞു പോയ ഓർമ്മകളോ നിലവിൽ നമുക്ക് സംഭവിച്ചിരിക്കുന്ന ഡാമേജുകളോ മെൻ്റലായിട്ടുള്ള പ്രഷറോ ഇതൊക്കെയാണ് നമ്മൾ ഇതിലോട്ട് കടത്തിവിടാൻ അനുവദിക്കാത്തത്. ഈ ഇടയിൽ നിൽക്കുന്ന ഈ തടസ്സത്തെ മാറ്റിയെടുക്കണം. പറഞ്ഞവന് ഇത്രയേ ഉള്ളൂ. അനുഭവത്തിലൂടെ മാത്രമേ സ്പിരിച്വാലിറ്റിയുടെ പോകൂ. അനുഭവം ഇല്ലാതെ എന്തെങ്കിലും തോന്നലിൻ്റെ പേരിലോ യൂട്യൂബ് കണ്ടതിൻ്റെ പേരിലോ പുസ്തകങ്ങൾ വായിച്ചതിൻ്റെ പേരിലോ പരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിലോ ഇതിലോട്ട് ചെന്ന് ചാടരുത്. ചാടിക്കഴിഞ്ഞാൽ പോസിറ്റീവ് ആണെന്ന് പറഞ്ഞു വരുന്ന പല എനർജികളും വളരെ നെഗറ്റീവാണ്. അത് പിന്നീട് നമ്മുടെ ജീവൻ വരെ കൊണ്ടുപോകാൻ സാധ്യത വളരെ കൂടുതലാണ്.